ആ അതെ, ശ്യാമയെ അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിലേ എന്നെ വല്യമ്മയെന്ന് വിളിച്ചാ മതി. അമൃത മേഡം എന്നുള്ള വിളി കേൾക്കുമ്പോഴേ ദേഷ്യം വരുവാ. എന്നിട്ടേ ഇത്രയും കാലം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്റെ പേര് എന്നെ പറ്റിച്ചെന്റെ കണക്ക് ചോദിക്കാൻ നിന്നാലേ പെട്ടുപോകും രണ്ടാളും. അതാണ് വരുണോട് ശരിക്കുള്ള വെല്ലുവിളി. അപ്പൊ നീ ഇതൊക്കെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് അല്ലേ? അതെ മുത്തശ്ശി. അത് മാത്രല്ല, സിനിമ അഭിനയം നമുക്ക് തുടരണം. സിനിമയിൽ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാ പിന്നെയുള്ള ബിസിനസ് സെലിബ്രിറ്റിയുടെ ബിസിനസ്സാ. അത് മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്യും. കുറച്ചു ദിവസം കൊണ്ട് ഞാനും മുത്തശ്ശിയും ആളുകളുടെ ഇടയിൽ താരമാവും. മുത്തശ്ശി ഇത്രയും കാലം ജീവിച്ചൊന്നും അല്ല. ഈ വയസ്സാങ്കാലത്ത് കിട്ടുന്ന സൗഭാഗ്യമാണ് സൗഭാഗ്യം. ആറ്റുവാശ്ശേരി സുകുമാരി എന്ന് പറഞ്ഞാലേ കേരളം മൊത്തം അറിയപ്പെടുന്ന പേരാവണം. അങ്ങനെ ആക്കി മാറ്റും ഞാൻ. പക്ഷെ മോളെ, എടുത്തു ചാടി ഒന്നും ചെയ്തു കളയരുത്. നമുക്ക് ഒരേ അബദ്ധം പറ്റുന്നത് കാണാൻ ചുറ്റും ഒരുപാട് ആളുകളും ഉണ്ട്. അബദ്ധമൊന്നും പറ്റില്ല മുത്തശ്ശി. ഇറങ്ങുന്നതിന് മുൻപ് എല്ലാം ആലോചിച്ച് ഇറങ്ങാവൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് സുഖിക്കാൻ പോവാ നമ്മള്. കോടികൾ കയ്യിലിട്ട് അമ്മാനം ആടാൻ പോവാ. പേരും പ്രശസ്തി ഒക്കെ ഉണ്ടാവാൻ പോവാ. കൈ കൊടുത്തു മുത്തശ്ശി. എവിടെ എന്ത് ഒരുങ്ങിയിരുന്നോ? എന്തൊക്കെയോ സർപ്രൈസ് ഒക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അമ്മയ്ക്കുള്ള ഭക്ഷണ. ഇത് മുമ്പും കൊണ്ടുവന്നിട്ടുള്ളതല്ലേ? ആ, അത് അമ്മ ഫിദ മാഡത്തിന്റെ വേഷത്തിലായിരിക്കുമ്പോ, അല്ലാതെ ഗായിക ശ്യാമയായിരിക്കുമ്പോ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ലല്ലോ. ഇന്ന് എനിക്ക് അമ്മയുടെ അടുത്തിരുന്ന് അമ്മയ്ക്ക് വിളമ്പി കൊടുത്ത് അമ്മയെ ഊട്ടണം. എന്നാ വാ വാ. അമ്മേ, 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 അമ്മേ. ആ, രാധിക മോളോ? എന്താ മോളെ? ഒന്നുമില്ല ഫിദ മാഡം. ഫിദ മാഡത്തിനെ കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ, അപ്പോ ഒന്ന് കാണാന്ന് വെച്ച് കേറിയതാ. നന്നായി മോളെ. എപ്പോഴും പറയല്ലോ മോളെ പ്രസവിച്ചമ്മയെ നേരിട്ട് കണ്ട ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന്. ആ ചോദ്യങ്ങളൊക്കെ മനസ്സിലുണ്ടോ? ഉണ്ട് മാഡം. എന്നെങ്കിലും ആ വേഷം കെട്ടുകാരി അമ്മേന്റെ മുന്നിൽ വന്നാ ഞാനത് ചോദിക്കുകയും ചെയ്യും. നന്നായി. എത്രയും പെട്ടെന്ന് മോളും മോളുടെ അമ്മയെ കാണട്ടെ. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതെന്താ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നേ? അതത്ര ശരിയല്ലല്ലോ. അത് ശ്യാമയ്ക്ക് കൃഷ്ണനെ വലിയ ഇഷ്ടായതുകൊണ്ടാ. കേട്ട് ഞാനും അങ്ങനെ ആയിപ്പോയത്. അയ്യടാ, ഇത്രയും കാലം എന്നെ ഈ വേഷത്തിൽ കയറി പറ്റിച്ചിട്ട് വീണ്ടും പറ്റിക്കാൻ നോക്കുകയാണോ? രാധിക മോളൊരു സർപ്രൈസ് കൊണ്ടുവരുമ്പോ തിരിച്ച് എന്ത് സർപ്രൈസ് കൊടുക്കുമെന്ന് ഞങ്ങൾ കുറെ ആലോചിച്ചു. എന്നിട്ട് കണ്ടുപിടിച്ച മാർഗമായത്. ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. ഇനി സർപ്രൈസ് തന്നവർക്ക് കൂടി കിട്ടണ്ടേ? അതെ, ഇനി വന്ന് ഇനി ഞാൻ ഭക്ഷണം വിളമ്പി തരാം. വാ, വന്നിരിക്ക. വാ.
അതെ, ശ്യാമയെ അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിലേ എന്നെ വല്യമ്മേന്ന് വിളിച്ചാ മതി. അമൃത മേഡം എന്നുള്ള വിളി കേൾക്കുമ്പോഴേ ദേഷ്യം വരുവാ. എന്നിട്ടേ ഇത്രയും കാലം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്റെ പേര് എന്നെ പറ്റിച്ചെന്റെ കണക്ക് ചോദിക്കാൻ നിന്നാലേ പെട്ടുപോകും രണ്ടാളും. അമ്മ കഴിച്ചേ, കഴിക്കേ. മോള് കഴിക്കുന്നില്ലേ? ഇല്ല, ഇന്ന് ഞാൻ അമ്മ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കാൻ പോവാ. കഴിക്കേ. ഭക്ഷണം വലിയ കുഴപ്പമില്ല. പക്ഷേ ചിലതിലൊക്കെ ഉപ്പും പുളിയും പിടിക്കാത്ത പോലെ. തിരക്കിട്ട് ചെയ്തതല്ലേ, ചിലപ്പോ അതിന്റെ ആയിരിക്കും. ഞാനെല്ലാം കഴിച്ചു നോക്കിയാണല്ലോ, ഉപ്പും പുളിയൊക്കെ പാകത്തിനാ. അമ്മ പറയട്ടെ. അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ല കുട്ടി. ഭൂമിയിൽ അമ്മ കഴിക്കുന്ന ഏറ്റവും രുചി കൂടിയ ആഹാരം അത്രേ ഉള്ളൂ. ആ കേട്ടല്ലോ. ഞാനൊന്ന് ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ദേ, ഓരോന്നിന്റെ ടേസ്റ്റ് ചെയ്തിട്ട് എന്റെ നിയന്ത്രണം പോയിരിക്കുവാ. കഴിക്ക. എന്റെ ഈശ്വരാ, ഈ കാഴ്ചയൊന്ന് കാണാൻ എത്ര കാലം കാത്തിരുന്നതാന്നറിയോ. ഇപ്പോഴാ ഒന്ന് സമാധാനായേ.